നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നയന പറയുന്ന കേട്ട് ആകെപ്പാടെ വല്ലാതെയായി പോയി ജലജ. അപ്പച്ചിയുടെ മോനുണ്ടല്ലോ അബി. അബിക്ക് അപ്പച്ചിയുടെ ഭർത്താവിന്റെ അതേ സ്വഭാവം തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇനിയിപ്പോ കനക പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളെ? അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ പിഴച്ചു പോയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തോടുകൂടി ജലജ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഭർത്താവ് നാഴിക്ക് 40 വട്ടം പറയേണ്ട കാര്യമൊന്നുമില്ല. അയാളെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ച. അയാളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ മോനുണ്ടല്ലോ, നിന്റെ ഭർത്താവിനെ കാണാൻ പോകുന്നുണ്ടെന്ന് തോന്നേ. നീയൊരു വണ്ടി, നിനക്ക് തോന്നും കാണാൻ പോകുന്നില്ല എന്നൊക്കെ. പക്ഷെ അവൻ ആരാ? അവൻ കുറുക്കൻ തന്നെയാ. അവിടെ അവന് AN ജ്വല്ലറിയിൽ മാനേജരായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭർത്താവിന്റെ കനിവോട് തന്നെയാ. നിന്റെ ഭർത്താവ് അറിഞ്ഞിട്ട് തന്നെയാ ഇതൊന്നും അറിയാതെ പോയത് നീയാ. നിന്റെ മോൻ ആള് കുറുക്കനാന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ജലജയ്ക്ക് ആകെപ്പാടെ ടെൻഷനായി. ജലജ കനകയെ നോക്കി. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്റെ മോളെ നിന്റെ മോനെ ബസ്താക്കി വെച്ചിരിക്കുക. നിന്റെ മോൻ ചെയ്ത ചതിയൊക്കെ അവൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അധികകാലം അവനിങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരിക തന്നെ ചെയ്യും. നീ നോക്കിയിരുന്ന ജലജയെന്ന് പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് നയനയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കനകയും നയനയും കൂടെ അവന്തികയുടെ അടുത്തേക്കല്ലോണ. അവന്തിക ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, അനിയുടെ സ്ഥാനം പോയല്ലോ. ഇനിയിപ്പം താനും അനിയുടെ നമ്മളുടെ കല്യാണം കഴിഞ്ഞാലും എന്താവും എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അതിനേക്കാളുപരി ഇപ്പൊ ഓരോ ദിവസം ഓരോരോ അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല നിലയിൽ വന്നോണ്ടിരുന്നായിരുന്നു AN ജ്വല്ലറി. പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ആദർശിന്റെ നയനയുടെയും തിരിച്ചുവരവ് അത് വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അവന്തികനെ. അപ്പോഴാണ് കനകയുടെ വരവ്. കനകയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക പറഞ്ഞു, ആന്റി എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ മോളെ, നിനക്ക് എന്തിനാ സങ്കടം എന്ന് ചോദിച്ചു. അവന്തി നന്നായിട്ടും കൂടെ അഭിനയിക്കുവാണ്. ആന്റിക്ക് അറിയാലോ, അനിയേട്ടൻ ഇപ്പോഴും വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. അനിയേട്ടന് താല്പര്യമില്ലാത്ത മട്ടിൽ അനിയായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിന് മോളെന്തിനാ പേടിക്കണേ? ഞാൻ ആന്റിയോട് നേരത്തെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? അനിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ആന്റിയുടെ മോള് നന്ദു വന്നാ തോന്നേ. അത് കേട്ടപ്പോ നയന പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറും തോന്നല അവന്തിക നിന്റെ. അല്ല നയനടുത്തി, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അനിയേട്ടൻ എന്തുകൊണ്ടാ വിവാഹത്തിന് സമ്മതിക്കാത്തെ? കനക പറഞ്ഞു, മോളെ ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. നന്ദുവായിട്ട് അനിയുടെ വിവാഹവും നടക്കാൻ പോകുന്നില്ല. അത് മാത്രല്ല, നിങ്ങളുടെ എൻഗേജ്മെന്റിനോ കല്യാണത്തിനോ ഒന്നും നന്ദു പരിസരത്തേക്ക് പോലും വരത്തില്ല. അല്ല, എനിക്ക് മോള് പേടിക്കണ്ട. ഞാൻ പറഞ്ഞ മോൾക്ക് വിശ്വാസമില്ലേ? മോള് ധൈര്യമായിട്ടിരിക്കുക. ഈ കനകയ പറയണേ, നന്ദുവിന്റെ അമ്മ. ഒരു കാരണവശാലും നന്ദു ഈ വിവാഹത്തിന്, നിങ്ങളുടെ വിവാഹത്തിന് ഒരു തടസ്സമാവത്തില്ല. മോള് ധൈര്യമായിട്ട് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ. ഞാനല്ലേ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവന്തി പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാലോ അല്ല ആന്റീനെ. ഉറപ്പായിട്ടും വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും? അനി ഇതുവരെ ആയിട്ട് സമ്മതിച്ചിട്ടില്ലമ്മേ. എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറഞ്ഞു. അനിയുടെ മനസ്സിൽ ഇപ്പം എന്താന്ന് പോലും അറിയില്ല. അവൻ പറയുന്നേ, ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ആത്മഹത്യ വരും ചെയ്യുന്നാ പറയണേ. അങ്ങനെ പറഞ്ഞോ? അതെ അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? ഈ കാര്യങ്ങൾ ഇവിടെ മുത്തശ്ശനോടൊക്കെ പറയാൻ പറ്റുമോ? മുത്തശ്ശനൊക്കെ വല്ലാതൊരു പ്രതീക്ഷയിലാണ്. അനിയുടെ അവന്തിയുടെ വിവാഹം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടത്തിയതിന് ശേഷം വേണം വിവാഹം. അതിനു മുമ്പ് എൻഗേജ്മെന്റ് നടത്തി വെക്കാന്നും പറഞ്ഞുകൊണ്ടാ. അപ്പോഴേക്കും കനക പറഞ്ഞു, ഒരു കാരണവശാലും നന്ദുവിന്റെ ഇടയ്ക്കിലേക്കൊന്നും കയറാൻ പോകുന്നില്ല. നയന പറഞ്ഞു, എനിക്കെന്തോ നന്ദുവിനെ കണ്ട് സങ്കടം വരുന്നുണ്ട്. ശരിക്കും അവൾ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനല്ലേ. പെട്ടെന്ന് മറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണുമായിരിക്കും. കനക പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാൽ അവളെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഞാൻ ഒരുക്കുമല്ല മോളെ. നിനക്കറിയാലോ, നിങ്ങൾ 2 പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന്. അത് ശരിയാ. അല്ല, വന്നതിന് ശേഷം അവളെ കണ്ടില്ലല്ലോ നവ്യേനെ. എനിക്ക് അവളെ ഒന്ന് കാണണം. അവളോട് 2 വർത്താനം എനിക്ക് പറയണമെന്ന് പറഞ്ഞു കനക. അതിന് പറഞ്ഞു, പറഞ്ഞുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നവ്യേച്ചി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. എത്ര പറഞ്ഞാലും നവ്യേച്ചിയുടെ തലയിലേക്ക് കയറത്തില്ല. ഇപ്പോഴും അബീനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, ഞാനിന്ന് ഇന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് ഇപ്പം നവ്യ മുറിയിലുണ്ട്. കനകയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ വലിയ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല. കനക പറഞ്ഞു, എന്താണെങ്കിലും നിന്നെക്കുറിച്ചുള്ള
എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി നവ്യെ. ഒരു കാര്യം ഞാൻ പറയാം, അബിയെ ഇപ്പോഴും നീ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം അധോഗതിയാ. നിനക്ക് എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലല്ലേ. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ടറിയാം. ഭർത്താവിനെ അറിയാൻ പോലും നിന്നെ അവൻ നന്നായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുക. നീ അവനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തീർന്നു. അതെ, നിങ്ങൾ നിങ്ങളുടെ ഇളയ മക്കളുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ വരണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നവ്യ അങ്ങനെ ദേഷ്യത്തോടെ പറയണേ. നവ്യയുടെ മനസ്സിലിപ്പം അങ്ങനെയല്ല. അവൾക്കിപ്പോൾ സത്യങ്ങളൊക്കെ അറിയാം. നയനയും കനക എല്ലാവരെയും അവൾക്ക് ഭയങ്കര ജീവനാ. പക്ഷെ താനിപ്പം ഇങ്ങനൊരു മൂടുപടം അണിഞ്ഞ് നിന്നേ മതിയാവുള്ളൂ. താനാണ് എല്ലാത്തിനും ഒരു സഹായിക്കുന്നതെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നവ്യ ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നത്. കനക പറഞ്ഞു, ആരൊക്കെ പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. പക്ഷെ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയൂന്ന് പറഞ്ഞോണക്ക് നീ ചൊറിഞ്ഞാലും അറിയൂന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കിട്ടുള്ള പണി എന്താണെങ്കിലും പിന്നാലെ വരുന്നുണ്ട്. ആ അബി എന്ന് പറയുന്ന ഒരു പേരും കള്ളനാ. അവനെപ്പോലുള്ള സ്വഭാവമുള്ളവനെ നീ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അവസാനം അമ്മ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് കൈകാലിട്ട് അടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. എൻ്റെ പിന്നാലെ വന്ന് ആര് ശല്യം ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളെല്ലാവരും കൂടെ എനിക്കിട്ട് പണി തന്നാന്ന് എനിക്ക് മനസ്സിലായി. എടി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഇളയ മക്കളോടാണല്ലോ പ്രിയം. നന്ദുണ്ട്, നയനയുണ്ട്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയാൽ മതി. എന്നെ നിങ്ങൾ മകളായിട്ട് കാണണ്ടെന്ന് പറഞ്ഞു. കനയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കനക മനസ്സ് വിചാരിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഇവള് സത്യാവസ്ഥകളൊക്കെ തിരിച്ചറിയും. അന്ന് ഇവൾക്ക് ഒരു ബോധോദയം ഉണ്ടാവും. അല്ലാതെ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഈ സമയത്ത് ജലജ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ജലജയുടെ അടുത്തേക്ക് അവന്തിക വന്നു. അവന്തിക വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അനിയുടെ MD സ്ഥാനവും പോയി. ഇനിയിപ്പോൾ അവനുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിലൊന്നൊരു പേടിയില്ലമ്മേ. അനിയന്റെ MD സ്ഥാനം പോയെങ്കിലും കമ്പനിയുടെ പകുതി കാര്യങ്ങളൊക്കെ അനിയനായിരിക്കുമല്ലോ നോക്കുന്നേ. എനിക്കത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ അനിയുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. നിനക്കൊരു തോന്നലുണ്ടായിരിക്കും, നിന്റെ അച്ഛനെ കാണണം, വിളിക്കണം എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അതും കൂടെ മാറ്റിയേരെ. ഇത് കേട്ടപ്പം അവന്തി ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ലമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനെ എന്തിനാ അകറ്റി നിർത്തുന്നേ? അമ്മ എൻ്റെ ആവശ്യമുണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, കൂടുതലൊന്നും ചോദ്യം നീ എന്നോട് ചോദിക്കണ്ട. നീയോ അവനോ അബിയോ അങ്ങേരെ കാണാൻ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും കാലം നിനക്ക് അച്ഛനില്ലായിരുന്നല്ലോ. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ AN ജ്വല്ലറിയുടെ MD ആണെന്നൊക്കെ അറിഞ്ഞിട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഇരുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മതി. എങ്ങാനും നിങ്ങൾ പോയെന്നറിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്തി പറഞ്ഞു, അമ്മ എന്തു വർത്താനോ പറയണേ? എൻ്റെ അച്ഛനല്ലേ, പിന്നെ എനിക്ക് കാണാൻ പോകണം തോന്നില്ലേ? അമ്മ മാത്രമല്ല, അച്ഛൻ്റെ സ്നേഹവും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കുഞ്ഞുനാളിൽ മുതൽ അച്ഛൻ്റെ സ്നേഹം കിട്ടിയല്ല വളർന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛനെ കാണണ്ട, മിണ്ടണം എന്നൊക്കെ പറയാനായിട്ട് അമ്മയ്ക്ക് എന്തായിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമല്ലേലും ജന്മം തന്നെ ആളല്ലേ, അപ്പൊ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം കാണത്തില്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ജലജ പറഞ്ഞു, ആര് പറഞ്ഞു നിനക്ക് ജന്മം തന്ന അയാളെന്ന്? എന്താമേ, ഞങ്ങൾക്ക് ജന്മം തന്ന അയാളല്ലേ, എനിക്ക് ജന്മം തന്ന അയാളല്ലേ എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അല്ല, നിനക്ക് ജന്മം തന്ന അയാളല്ലെന്ന് പറഞ്ഞു. ഇത്തവണ എന്താണെങ്കിലും ഞെട്ടിപ്പോയത് അവന്തികയായിരുന്നു. അവന്തിക ഒട്ടും പ്രതീക്ഷിക്കാത്തൊരടിയായിരുന്നു. അതിനർത്ഥം തൻ്റെ അച്ഛനല്ല നാഗേന്ദ്രൻ എന്നുള്ള ആ സംസാരമാണ്. വല്ലാത്തൊരു ഞെട്ടലോട് നോക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഏതാന്നൊക്കെ ആര് കണ്ടു? എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. അധികം വൈകാതെ എല്ലാം പുറത്തു വരും. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.